ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമ്മള് ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ന്യൂ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട രണ്ട് സ്പെഷ്യൽ ട്രയാങ്കിൾസ് പഠിച്ചായിരുന്നു അല്ലെ. 45 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന ഒരു ട്രയാങ്കിളും അതേപോലെ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾസിന്റെ സൈഡ്സുകളുടെ റേഷ്യോയ്ക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു. 45 ഡിഗ്രി 90 ഡിഗ്രി ആണ് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് എങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ 1:1:√2. അതേപോലെ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണ് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് എങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ 1:√3:2. ഇതെല്ലാം നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾസിലെ ഏതെങ്കിലും ഒരു സൈഡ് തരുമ്പോൾ ബാക്കി സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പൈതഗോറസ് തിയറം ആണെങ്കിൽ നമുക്ക് രണ്ട് സൈഡ്സ് വേണമായിരുന്നു അല്ലെ. പൈതഗോറസ് തിയറം ആണെങ്കിൽ രണ്ട് സൈഡ്സ് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കണ്ടുപിടിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു സൈഡ് തരുകയാണെങ്കിൽ ബാക്കിയുള്ള സൈഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഓൾജിബ്ര യൂസ് ചെയ്തും കണ്ടുപിടിക്കാം. രണ്ട് മെത്തേഡും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. നമ്മൾ ആദ്യം 45 ഡിഗ്രി 90 ഡിഗ്രി ബേസ് ചെയ്ത് വരുന്ന ട്രയാങ്കിൾസിന്റെ കേസ് ആണ് പറയാൻ പറ്റുന്നത്. ഇപ്പോ ഞാനിവിടെ വരുന്നു AB = 5 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഓൾ അതർ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ABC. അപ്പൊ നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഇൻ ട്രയാങ്കിൾ ABC എങ്ങനെ എഴുതും? ആംഗിൾ A = ആംഗിൾ C = 45 ഡിഗ്രി, അതുപോലെ ആംഗിൾ B = 90 ഡിഗ്രി. എന്ന് വെച്ചാൽ 45 ഡിഗ്രി 90 ഡിഗ്രി ആണ് സൈഡ്സിന്റെ റേഷ്യോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? AB = PC = AC എന്ന് പറയുന്നത് 1:1:√2 ആണോ അല്ലെ? ഇവിടെ 45 45 ഓപ്പോസിറ്റ് ആണ്. ഇവിടെയും 1 റെപ്രസെന്റ് ചെയ്യും, ഇത് √2 റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന ഏതാ? AB = 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ റേഷ്യോയ്ക്കകത്ത് ഏതാ? AB തന്നിട്ടുണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന റേഷ്യോയിലെ നമ്പർ എത്രയാ? 1 ആണ്. അപ്പൊ 1 എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ്? ഈക്വൽ ടു ഇട്ട് എഴുതി വെക്കരുത്. 1 എന്ന് പറയുന്നത് 5ന് ഇക്വലന്റ് ആണ്. അപ്പൊ 1 5 ആണെങ്കിൽ നമുക്ക് പിന്നെ അടുത്തതും 1 തന്നെ അല്ലേ? അപ്പൊ ആ 1 എന്ത് തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും, ഒരു മാറ്റവും ഇല്ല. പിന്നുള്ള ഏതാ? √2. ഓക്കെ, അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 1 5 ആണെങ്കിൽ 10 എത്രയായിരിക്കും? 1 എന്ന് പറയുന്നത് 5ന് ഇക്വലന്റ് ആണ്. അപ്പൊ 2 എന്ന് പറയുന്നതോ? 2 എന്ന് പറയുന്നത് 10 ആയിരിക്കും. 3 എന്ന് പറയുന്നത് 15 ആയിരിക്കും. കാര്യം നമ്മൾ എന്താ ചെയ്തു? 2 കണ്ടുപിടിക്കാൻ 2 × 5 ചെയ്തു, 3 കണ്ടുപിടിക്കാൻ 3 × 5 ചെയ്തു. അപ്പൊ 1നെ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2നെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 3യെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ √2നെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5√2. ഇത് സിമ്പിൾ ആയിട്ട് വലിയ സ്റ്റെപ്പ് ഒന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് നോക്കി എഴുതാനേ ഉള്ളതേ ഉള്ളൂ. അപ്പൊ നോക്കി നമ്മൾ എങ്ങനെ ചെയ്ത്? ഇവിടെ AB = 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്നത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന റേഷ്യോയിലെ നമ്പർ 1 ആണ്. അപ്പൊ 1 എന്ന് പറയുന്നത് 5 ആയിട്ട് എടുക്കുന്നു. അപ്പൊ പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട അടുത്തും 1 തന്നെ ആയതുകൊണ്ട് വേണ്ട, അടുത്ത √2 എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? 1 5 ആണെങ്കിൽ √2 എന്ന് പറയുന്നത് 5 × √2, ദാറ്റ് ഈസ് 5√2. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. AB നമുക്കറിയാം. ഇനി BC അല്ലയോ വേണ്ടുന്നത്? BC റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഏതാ? BC റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ആ 1 എത്രയാ? 5 അല്ലേ? 5 സെന്റിമീറ്റർ. ഇനി AC റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഏതാ? √2 ആണ്. ആ √2നെ റെപ്രസെന്റ് ചെയ്ത് നോക്കി ഇവിടെ എത്രയാ? 5√2 സെന്റിമീറ്റർ. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. ഇനി നമുക്ക് ഓൾജിബ്രിക് മെത്തേഡ് ഒന്ന് നോക്കാം. എങ്ങനെയാ ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്യുന്നതെന്നുള്ളത്. ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്യുമ്പോഴാ ഇപ്പോ ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത് പിടി കിട്ടിയോ? ഇത്രയും സ്റ്റെപ്പ് അവിടെയും സെയിം ആണ്. ഇത്രയും സ്റ്റെപ്പ് അവിടെയും നമ്മൾ എഴുതി തന്നെ വരുന്നു. ഓക്കെ, അത് കോമൺ ആണ്. ഇപ്പൊ ഇത് മാത്രമേ നമുക്ക് ഏറ്റെടുത്താണ് ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇനി ഏറ്റെടുത്താണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? AB = BC = AC എന്ന് പറഞ്ഞാൽ 1:1:√2 ആണെങ്കിൽ നമ്മൾ എടുക്കുന്നു ലെറ്റ് AB = ആ 1നെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ X ആയിട്ടൊക്കെ എടുക്കും. 1 X ആണെങ്കിൽ BCയും എത്ര തന്നെയാ? BC = X, AC = √2x. അത്രേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, അപ്പോ AB എന്നുള്ളത് AB = BC = AC 1:1:√2 ആണ്. അതിൽ AB X എന്ന് എടുക്കുന്നു. അപ്പൊ BCയും X തന്നെയായിരിക്കും. AC എന്ന് പറയുന്നത് √2x. തന്നിരിക്കുന്ന ഏതാ? AB അല്ലയോ? അപ്പം AB = നമ്മൾ ചെയ്യുന്ന AB = എത്രയാ? 5 ആണ്. 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ AB എന്ന് പറയുന്നത് എത്ര? X അല്ലയോ? അപ്പൊ X = 5 സെന്റിമീറ്റർ ആണോ? AB 5 സെന്റിമീറ്റർ അവർ തന്നിട്ടുണ്ട്. അപ്പൊ AB നമ്മൾ X എന്നാണ് എടുത്തേക്കുന്നത്. X 5 സെന്റിമീറ്റർ. അപ്പൊ BC = എത്രയാ? BC = X ആണ്. ആ X എത്രയാണെന്ന് കിട്ടിയത്? 5 സെന്റിമീറ്റർ. ഓക്കെ,
ഇനി എ സി ആണെങ്കിലോ എ സി ഈക്വൽ ടു √2x ആണ്. അതില് എക്സ് 5 അല്ലയോ, അപ്പൊ √2 into 5 which is equal to 5√2. കിട്ടുന്നുണ്ടോ? അത്രയും സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്താലും ആൻസർ സെയിം ആണ്. ഇതാകുമ്പോ ജസ്റ്റ് വെറുതെ നോക്കി എഴുതേണ്ട കാര്യമേ. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് മാറ്റി ചെയ്ത് നോക്കാം. 5 സെന്റിമീറ്റർ മാറിയിട്ട് ഇവിടെ 5 സെന്റിമീറ്റർ മാറി ഇവിടെ 6ഓ 7ഓ ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നേരെ മറിച്ച് ഹൈപ്പോട്ട്ന്യൂസ് ആണ് തരുന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ ഞാൻ പറയുന്ന നമുക്കൊരു 11√2 എന്ന് തന്നുകൊണ്ടിരിക്കും. ഏസിയുടെ നീളം 11√2. അപ്പോഴും തുടക്കം നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇപ്പൊ അവിടെ മാറുന്ന എന്തുവാ, ആ ഗിവൺ കണ്ടീഷൻ മാറും. ഗിവൺ കണ്ടീഷൻ മാറും. അപ്പൊ അതെങ്ങനെയാ നോക്കാം. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് മാറ്റി എഴുതണം. ഇത് അതിന് കോമൺ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ ഏതാ വന്നേക്കുന്നത്, എ സി ആണ്. എ സി ഈക്വൽ ടു 11√2 സെന്റിമീറ്റർ. ഓക്കെ, അത്രയും സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ബാക്കി രണ്ടെണ്ണം കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും എത്രയാണെന്ന്. അപ്പൊ 11√2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എ സി റെപ്രസെന്റ് ചെയ്യുന്ന ഏതാ, √2 അല്ലയോ. അപ്പൊ √2 എന്ന് പറയുന്നത് 11√2 ആണ്. നമുക്ക് എപ്പോഴും 1 കണ്ടുപിടിക്കാൻ നോക്കണം. നമുക്ക് അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? √2 11√2 ആണെങ്കിൽ 1 എത്രയായിരിക്കും? 11 ആയിരിക്കും. എന്നുവെച്ചാൽ ഈ √2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ തിരിച്ചു നോക്കിയാൽ 1 11 ആണെങ്കിൽ അല്ല √2 11√2 ആകത്തുള്ളൂ. 1 11 ആണെങ്കിൽ √2 എന്ന് പറയുന്നത് 11 into √2 ദാറ്റ് ഈസ് 11√2. അപ്പൊ തിരിച്ചു ചിന്തിച്ചാൽ √2 11√2 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് 1. നമുക്ക് ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ അറിയാമെങ്കിൽ അതിന്റെ എന്റെ യൂണിറ്ററി മെത്തേഡിലേക്ക്, അതായത് 1ലേക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോ സ്റ്റെപ്പ് ഒന്നും ഇല്ല, നമ്മൾ മനസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ രീതി പറയുന്നത് കേട്ടോ. അപ്പോ നോക്കി, ഇപ്പൊ 1 11 ആയിരിക്കും. 1 11 ആണെങ്കിൽ നമുക്ക് ഇനി എല്ലാം കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബിയും ബി സി ഇല്ലയോ. എ ബിയും ബി സിയും റെപ്രസെന്റ് ചെയ്യുന്ന 1 തന്നെയാണ്. എ സി നമ്മുടെ ഉണ്ട്. അപ്പോ എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ 1 ആണ്. അത് എത്രയാ, 11 ആണ്. 11 സെന്റിമീറ്റർ ആൻസർ. ഓക്കെ, അല്ല നമ്മൾ ഓൾജിബ്ര വെച്ചിട്ടാ ചെയ്തെന്നിരിക്കട്ടെ. ഓൾജിബ്ര വെച്ചിട്ടാണെങ്കിൽ അപ്പൊ നമ്മൾ എടുക്കണം ലെറ്റ് എ ബി ഈക്വൽ ടു എക്സ്, ബി സി ഈക്വൽ ടു എക്സ്, എ സി ഈക്വൽ ടു √2x. ഇതിൽ എ സി ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എ സി ഈക്വൽ ടു 11√2 ആണ്. അതിൽ നമുക്കറിയാവുന്ന അത് √2x ആണെന്ന് അറിയാം. √2x എന്ന് പറയുന്നത് 11√2. അപ്പൊ അതിനകത്ത് x is equal to 11√2 by √2. √2 ക്യാൻസൽ ആവും. x is equal to 11. എക്സിന്റെ വാല്യൂ 11 കിട്ടി. x 11 ആണെങ്കിൽ നമുക്ക് എ ബിയും ബി സിയും അത് തന്നെ. therefore എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു 11 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് കിട്ടും, 11 സെന്റിമീറ്റർ കിട്ടും. ഇവിടെ ആവുമ്പോൾ സ്റ്റെപ്പ് കുറവുണ്ട്, അവിടെ കുറച്ചൊന്ന് എഴുതേണ്ടി വരും. ആ ഒരു വ്യത്യാസമുണ്ട്. ക്ലിയർ ആണോ? അടുത്തത് രണ്ടാമത്തെ ടൈപ്പ് ട്രയാങ്കിൾ ഏതാണ്? 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിലെ സൈഡ്സിന്റെ റേഷ്യോ എന്തായിരുന്നു? 1:2 √3:2 അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു സൈഡ്സ് തരുവാണെങ്കിൽ ബാക്കി രണ്ട് സൈഡ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുന്നു. ഇപ്പൊ ഇവിടെ എ ബി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഇൻ ട്രയാങ്കിൾ എ ബി സി, ആംഗിൾ സി ഈക്വൽ ടു 30 ഡിഗ്രി, ആംഗിൾ എ ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെ? 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണ്. അപ്പൊ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ നോക്കി. ഇവിടെ സിക്ക് ഓപ്പോസിറ്റ് ഏതാ? എ ബി അല്ലേ? എ ബി ഈസ് ടു 60ക്ക് ഓപ്പോസിറ്റ് ബി സി ആണ്. ബി സി ഈസ് ടു അടുത്തത് 90ക്ക് ഓപ്പോസിറ്റ് എ സി ആണ്. എ സി ഈക്വൽ ടു 1:√3:2. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാണ്. ആദ്യം തന്നിരിക്കുന്ന ബി സി അല്ലേ? ബി സി ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ബി സി ഈക്വൽ ടു 5. ബി സി റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ബി സി അല്ലോ, എ ബി ആണ് തന്നിരിക്കുന്നത്. സോറി, എ ബി. എ ബി ഈക്വൽ ടു 5 സെന്റിമീറ്റർ. എ ബി റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഏതാ? 1 അല്ലേ? അപ്പോ 1 എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? 5 അല്ലെ? 5 റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ 1 ആണ്. നമുക്ക് ഇനി √3 വേണം, 2 വേണം. അങ്ങനെയാണെങ്കിൽ √3 റെപ്രസെന്റ് ചെയ്യുന്ന എത്രയായിരിക്കും? 1 5 ആണെങ്കിൽ √3 എന്ന് പറയുന്നത് 5 into √3 ദാറ്റ് ഈസ് 5√3. 2 എന്ന് പറയുന്നതോ 1 5 ആണെങ്കിൽ 2 എന്ന് പറയുന്നത് 10 ആയിരിക്കും. എളുപ്പം കിട്ടതല്ലേ? അപ്പൊ അങ്ങനെയാണ് നോക്കി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ബി അറിയാം, ബി സി എ സി അല്ലയോ വേണ്ടുന്നത്? ബി സി ഈക്വൽ ടു ബി സി എന്ന് പറയുന്നത് √3 റെപ്രസെന്റ് ചെയ്യുന്നത് 5√3
സെന്റിമീറ്റർ. എ സി എന്ന് പറയുന്നതോ എ സി 2 ആണ്. 2 എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ. വളരെ എളുപ്പത്തില് ആൻസർ കിട്ടും. നമുക്കതിനകത്ത് ഓൾജിബ്ര വേണമെന്നില്ല. ഓൾജിബ്രയേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ഇത് തന്നെയാണ്. വേണമെങ്കിൽ ഓൾജിബ്ര ചെയ്ത് കാണിച്ചേക്കാം. അപ്പൊ ഇവിടെ എ ബി എടുക്കുന്ന ലെറ്റ് എ ബി ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? √3x എ സി എന്ന് പറയുന്നത് 2x കിട്ടും. ഓക്കെ, ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് എ ബി അല്ലേ? അപ്പോ എ ബി ഈക്വൽ ടു 5 ആണ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 5 ഈക്വൽ ടു 5 സെന്റിമീറ്റർ. അപ്പൊ എക്സ് ഈക്വൽ ടു 5 ആണ്. എക്സ് ഈക്വൽ ടു 5 ആണെങ്കിൽ ബി സി ഈക്വൽ ടു എങ്ങനെ എഴുതാം? √3x ആണ് അല്ലെ? എന്ന് പറഞ്ഞാൽ √3 × 5 ഈക്വൽ ടു 5 √3 എന്ന് കിട്ടും. എ സി എന്ന് പറയുന്നത് 2x ആണ്. ഈക്വൽ ടു 2 × 5 ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്ന്. ഓക്കെ, ഇതാണ് നമുക്ക് സ്റ്റെപ്പ് എഴുതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് 5 മാറ്റിയിട്ട് പൊസിഷൻ ഒന്ന് മാറ്റി നോക്കാം. അടുത്ത സൈഡ് വേറൊന്നും എടുത്ത് തന്നാൽ 60ക്ക് ഓപ്പോസിറ്റ് തരുന്നിരിക്കട്ടെ. സാറിനോട് √3 ടേംസിലേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് വരുന്നത് ഇവിടെ ഒരു 9√3 എന്നാണ് തന്നിരിക്കുന്നത്. അവിടെ ഒരു 9√3 തന്നു. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, ഇതേപോലെ തന്നെ അപ്പോ ഇത്രയും ഭാഗം ഇവിടെ മാറും. എങ്ങനെ മാറും? ബാക്കിയുള്ളതൊക്കെ ഇത് തന്നെയാണ്. അപ്പൊ ബി സി ആണ് തന്നിരിക്കുന്നത്. ബി സി ഈക്വൽ ടു 9√3. ബി സി റെപ്രസെന്റ് ചെയ്യുന്ന √3 അല്ലേ? അപ്പൊ √3 ഇംപ്ലൈസ് 9√3. അപ്പൊ √3 എന്ന് പറയുന്നത് 9√3 ആണെങ്കിൽ ആദ്യം 1 കണ്ടുപിടിക്കണം. 1 എത്രയാ? √3 9√3 ആണെങ്കിൽ 1 കണ്ടുപിടിക്കുക. ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 9 കിട്ടും അല്ലെ? അല്ലെങ്കിൽ 1നെ √3 ആവുമ്പോൾ √3 മൾട്ടിപ്ലൈ. അപ്പൊ 9നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9√3 കിട്ടുന്നത്. ഓക്കെ, ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം. √3 9√3 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഓക്കെ, എങ്കിലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? കാര്യം നമുക്ക് 1ഉം √3യും 2 ആണ്. √3 ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി 1ഉം 2ഉം വേണം. 1 9 ആണെങ്കിൽ 2 എന്ന് പറയുന്നതിന്റെ ഇരട്ടി ആയിരിക്കത്തില്ലയോ? എത്രയാ? 18. കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാം. നമുക്ക് ബി സി ഓൾറെഡി ഉണ്ട്. എ ബിയും എ സിയുമാണ് വേണ്ടുന്നത്. എ ബി ഈക്വൽ ടു എത്രയായിരിക്കും? എ ബി 1 ആണ്. 1 റെപ്രസെന്റ് എത്രയാ? 9 സെന്റിമീറ്റർ. അതേപോലെ എ സി എന്ന് പറയുന്നതോ അത് 2 അല്ലേ? 2നെ റെപ്രസെന്റ് ചെയ്യുന്ന എത്രയാ? 18 സെന്റിമീറ്റർ. കേട്ടിയോ? ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത് ഇവിടെ നോക്കാം. ഇവിടെ എങ്ങനെയാ വരുന്നത്? ഇവിടെ നമ്മള് വേരിയബിൾസ് എടുക്കുന്നത് ഇത് തന്നെയാണ്. അവിടെ തന്നിരിക്കുന്ന √3x അല്ലയോ? ബി സി ഈക്വൽ ടു 9√3 എന്ന് പറഞ്ഞാൽ √3x ഈക്വൽ ടു 9√3. ഈ പ്രോസസ് നമ്മുടെ മൈൻഡിൽ ചെയ്യുന്നതാണ് ശരിക്കും ഈ സ്റ്റെപ്പ്. x ഈക്വൽ ടു 9√3 ബൈ √3. √3 ക്യാൻസൽ ആവും. 9 കിട്ടും. എക്സിന്റെ വാല്യൂ 9 കിട്ടും. അപ്പൊ നമുക്ക് എ ബി ഈക്വൽ ടു എന്തുവാ? എ ബി ഈക്വൽ ടു എക്സ് ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ. അതുപോലെ എ സി ഈക്വൽ ടു എന്താണ്? 2x ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 2 × 9 ഈക്വൽ ടു 18 സെന്റിമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പം ഇതാണ് ഇതിന്റെ ആൻസർ. രണ്ടിൽ ഏത് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ ഇതിനകത്ത് 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡിലൂടെ നമുക്ക് നോക്കാം. അതോട് വെച്ച് നമുക്കൊന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പം 9√3 മാറിയിട്ട് ഞാൻ ഇവിടെ ഒരു 50 സെന്റിമീറ്റർ എന്ന് എടുക്കാം. എ സി ഈക്വൽ ടു 50 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം എങ്ങനെ പോകും നോക്കാം. അപ്പോഴും തുടക്കം ഇതൊക്കെ തന്നെയാണ്. തന്നിരിക്കുന്ന സൈഡ് മാറും. എ സി ഈക്വൽ ടു 50 സെന്റിമീറ്റർ. എ സി ഈക്വൽ ടു 50 സെന്റിമീറ്റർ. എ സി റെപ്രസെന്റ് ചെയ്യുന്ന 2 അല്ലേ? 2 ഇംപ്ലൈസ് 50 ആണ്. 250 ആണെങ്കിൽ 1 എത്രയാണെന്ന് ആദ്യം കണ്ടു. ഇപ്പോഴും ആദ്യം 1 കണ്ടുപിടിക്കാൻ നോക്കാം. 1 എത്രയായിരിക്കും? 250 ആണ്. 1 എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി ആയിരിക്കത്തില്ലേ? 25 ആയിരിക്കത്തില്ലയോ? ഓക്കെ, ദെൻ √3 എളുപ്പമാണ്. 1 കിട്ടിയാൽ പിന്നെ എല്ലാം കണ്ടുപിടിക്കാൻ എളുപ്പം. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 25 ആണെങ്കിൽ √3 എന്ന് പറയുന്നത് 25√3 ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി എങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ നമുക്ക് എ സി ആണ് തന്നിരിക്കുന്നത്. ഇനി എ ബിയും ബി സിയും വേണം. അപ്പൊ എ ബി ഈക്വൽ ടു എ ബി എത്ര? എ ബി റെപ്രസെന്റ് ചെയ്യുന്ന 1 അല്ലേ? 1 25 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ. എ സി എന്ന് പറയുന്നത് ബി സി എന്ന് പറയുന്നത് √3 ആണ്. √3 റെപ്രസെന്റ് ചെയ്യുന്നത് 25√3 സെന്റിമീറ്റർ. പിടികിട്ടിയോ? ഇതാണ് ഈ മെത്തേഡ്. കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി എളുപ്പം ഇതാണ്. നമുക്ക് അല്ല ഓൾജിബ്ര വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നോക്കാം ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ആദ്യം എ സി ആണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പം എ സി ഈക്വൽ ടു 50 ആണ്. 50 സെന്റിമീറ്റർ ആണ്. 2x എന്ന് പറയുന്നത് 50 കിട്ടും. അപ്പൊ x ഈക്വൽ ടു 50/2.
ഈക്വൽ ടു 25 അല്ലെ? സാധാരണ സിമ്പിൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ 25 എന്ന് കിട്ടി. എക്സ് 25 ആണെങ്കിൽ ആദ്യം എ ബി നോക്കുക. എ ബി ഈക്വൽ ടു എത്രയാ? എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ. അതുപോലെ എ സി കണ്ടുപിടിക്കാം. എ സി അല്ല തന്നേക്കുന്നത്, എ സി ബി സി അല്ലേ? ബി സി ഈക്വൽ ടു √3x അല്ലെ? ബി സി √3x ആണ്, ഈക്വൽ ടു √3 ഇൻറ്റു 25. √3 ഇൻറ്റു 25 √3 സെന്റിമീറ്റർ എന്ന നമുക്ക് ആൻസർ. ക്ലിയർ ആയോ? അപ്പം ഇതാണ് രണ്ട് മെത്തേഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് സെയിം ആയി. ക്ലിയർ ആയോ? അപ്പം ഈ പറഞ്ഞ രണ്ട് സ്പെഷ്യൽ ട്രയാങ്കിൾസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ചെയ്യാറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചാൽ അടുത്ത വർഷം നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് പ്രയോജനം ചെയ്യും. അപ്പം ഇന്ന് പറഞ്ഞ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.